ക്ലാസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻഡെക്സ് നമ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മെത്തേഡ് ആയിരുന്നു, വെയ്റ്റഡും അൺവെയ്റ്റഡും ആയിരുന്നു. അൺവെയ്റ്റഡിൽ 2 മെത്തേഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാനില്ല. നെക്സ്റ്റ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പറിൽ 2 മെത്തേഡ് ഉണ്ട്. അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വല്ലാണ്ട് ടെൻഷൻ വേണ്ട, ഓരോ എക്സാമ്പിളായിട്ട് നമുക്കിവിടെ ചെയ്തു പോവാം. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഡെക്സ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ സിഗ്മ ഐ വി ഡിവൈഡഡ് ബൈ സിഗ്മ വി. വളരെ സിമ്പിൾ ആണ്. സിഗ്മ ഐ വി ബൈ സിഗ്മ വി. ഈ വി എന്ന് പറയുന്നത് എന്താ? വെയിറ്റ്. നമ്മളിവിടെ വെയിറ്റഡ് എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ വെയിറ്റ് ആണ് വി എന്ന് പറയുന്നത്. ഇനി ഐ എന്ന് പറയുന്നത് എന്താണ്? P1 ബൈ P0 ഇൻറ്റു 100. P1 ബൈ P0 പറഞ്ഞാൽ കറണ്ട് പ്രൈസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയറിലെ പ്രൈസ് ഇൻറ്റു 100. ഐയും വിയും കിട്ടിക്കഴിഞ്ഞാൽ എന്താ? ഐ ഇൻറ്റു വി ചെയ്യുക, അതിൻ്റെ സിഗ്മ ടോട്ടൽ എടുക്കുക ബൈ സിഗ്മ വി, വെയിറ്റിൻ്റെ മാത്രം ടോട്ടൽ കാണാം. നമുക്ക് എളുപ്പത്തിൽ നോക്കി നോക്കാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 2012 കൺസ്ട്രക്ട് ഇൻഡെക്സ് നമ്പേഴ്സ് ഫോർ 2012 ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രൈസ് ഓഫ് 2010. 2010 വിലയെ അടിസ്ഥാനപ്പെടുത്തി 12 ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു 5 കമ്മോഡിറ്റി ഉണ്ട് തന്നിട്ടുണ്ട്, ABCD എന്ന് പറഞ്ഞിട്ട് കമ്മോഡിറ്റി തന്നിട്ടുണ്ട്. 2010 എയുടെ വില 115 ആയിരുന്നു, 12 130 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കാണേണ്ടത്? അപ്പോൾ ഓരോ വിലകളും ഓരോ കമ്മോഡിറ്റി ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് അത്ര നോക്കണല്ലോ. 2 പ്രൈസ് തന്നിട്ടില്ലേ? ഇത് ഏതായിരിക്കും? P0 ആയിരിക്കും, ഇത് P1. കറണ്ട് ഇയറിൽ P1ഉം ബേസ് ഇയറിൽ P0. അത് ഓർത്ത് വയ്ക്കുക. നമ്മുടെ ഇക്വേഷനിലേക്ക് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ തന്ന ക്വസ്റ്റിനെ വീണ്ടും അതേപോലെ എടുത്ത് എഴുതി. അപ്പോൾ ഇവിടെ പ്രൈസ് ഇൻ 2010 എന്നുള്ളത് എന്തായി മാറി? P0 ആയി. 12 P1 ആയി. അത്രയേ ഉള്ളൂ. ടോട്ടൽ ചെയ്തു കേട്ടോ. ടോട്ടൽ ചെയ്തു. അപ്പോൾ സിഗ്മ P0 കാണാനുള്ള ഇക്വേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? P01 ഈക്വൽ ടു സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100. അപ്പോൾ P01 കാണാൻ എന്താ ചെയ്താൽ മതി? P1 എന്താണ്? സിഗ്മ P1 471 ബൈ 381 ഇൻറ്റു 100, 123.62. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ ബാലൻസിൽ ഒരു ഇൻഡെക്സ് നമ്പർ കൂടിയായിരുന്നു വെയ്റ്റഡ് ആവറേജ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ് കേട്ടോ. അത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ഓരോ പ്രോബ്ലവും ഇക്വേഷൻ വൈസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം അല്ല ഈ തൊട്ടടുത്ത് വരുന്നത്. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്താണെന്നുള്ളത് ആ ഇക്വേഷൻ മാത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡ്. ഓക്കെ, നമ്മൾ എവിടെ പഠിച്ചത്? സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ അവർ പറയും ഏത് മെത്തേഡാണെന്ന് വെച്ചാൽ ആ മെത്തേഡിൽ ചെയ്താൽ മതി. സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ കണ്ടാൽ മനസ്സിലാവും ഏത് രീതിയിലത്തെ ക്വസ്റ്റ്യൻ അതെന്ന്. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ആകെ 2 വർഷത്തെ മാത്രമേ തോന്നൂ. P1ഉം P0 തന്ന ഇക്വേഷൻ എന്താണ്? സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100. അപ്പോൾ ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുക, അതിൽ കറണ്ട് ഇയർ ബൈ ബേസ് ഇയർ എടുക്കുക, ഇൻറ്റു 100 ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ആവറേജ് റിലേറ്റീവ് മെത്തേഡ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പഠിച്ച രണ്ടാമത്തെ മെത്തേഡ് കേട്ടോ. അൺവെയ്റ്റഡിലത്തെ ആദ്യത്തെ മെത്തേഡ് ഇപ്പോൾ നമ്മൾ ചെയ്തു. രണ്ടാമത്തെ മെത്തേഡ് എന്താ? ആവറേജ് പ്രൈസ് റിലേറ്റീവാണ്. അത് നമുക്ക് ചെയ്യണമെങ്കിൽ നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യനിൽ ഐറ്റവും തന്നിട്ടുണ്ട്, ബേസ് ഇയറിലെ പ്രൈസും തന്നിട്ടുണ്ട്, കറണ്ട് ഇയറിലെ പ്രൈസും തന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ചെയ്യേണ്ട കാര്യം എന്താ? സെയിം ഇതേ കാര്യം എടുത്തെഴുതുക. P0 P1 പറഞ്ഞ് എടുത്ത് എഴുതിയിട്ട് ഒരു കോളം കൂടി കൊടുക്കുക. ഒരു കോളം കൂടി കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തിനാ അറിയോ? ഈ P1 ബൈ P0 ഇൻറ്റു 100 ഓരോന്നിൻ്റെയും കാണണം. ആദ്യത്തെ കേസിൽ 7 ബൈ 5 ഇൻറ്റു 100 ആണ് ഈ 140 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് ഉള്ളത് നോക്കുക. P1 ബൈ P0 എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോഴായിരിക്കും അടുത്ത പോയിന്റ് കിട്ടുന്നത്. അങ്ങനെ ഓരോ പോയിന്റും ചെയ്ത് കണ്ടെത്തിയ കോളമാണ് ഇത്. എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ 629.2 കേട്ടോ. ഡിവൈഡഡ് ബൈ 5. എത്രയാണ് കമ്മോഡിറ്റി ഉള്ളത്? 5 എണ്ണല്ലേ, ബൈ 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 125.84 കിട്ടിയത്. അപ്പോൾ ഇൻഡെക്സ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ I ബൈ N. അതായത് നമ്മളിവിടെ പഠിച്ച ഈ ഒരു സിമ്പിൾ ആവറേജ് പ്രൈസ് റിലേറ്റീവ് ഇക്വേഷൻ എന്താണ്? I ബൈ N. ഈ I കാണാനാണ് നമ്മൾ എന്ത് ചെയ്തത്? P1 ബൈ P0 ഇൻറ്റു 100 കണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ I കാണാനുള്ള ഇക്വേഷൻ ആയിരുന്നു ഈ ചെയ്തത്, P1 ബൈ P0 ഇൻറ്റു 100 എന്ന് പറയുന്നത്. അപ്പോഴാണ് ഇവിടുത്തെ ഈ സിഗ്മ I ബൈ N നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എളുപ്പമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2 വർഷത്തെ പ്രൈസ് തരും. മൂന്നാമത്തെ കോളം നമ്മൾ കൊടുക്കുന്നത് ഐ കാണുക എന്നുള്ളതാണ്. ഓരോന്നിൻ്റെയും P1/P0 × 100 ചെയ്യുക. അതിനുശേഷം ടോട്ടൽ എടുക്കുക. ബൈ എത്ര കമ്മോഡിറ്റി ഉണ്ടോ അതുകൊണ്ട് ചെയ്യുമ്പോൾ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് കമ്മോഡിറ്റി ആണ്. അപ്പോൾ അത് 5 ആണ് ഉള്ളത് കിട്ടും. ആ ഉത്തരമായിരിക്കും 125.84 ഇവിടെ ഇൻഡെക്സ് നമ്പർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആർക്കും ഡൗട്ടൊന്നും ഇല്ല വിചാരിക്കും. 140 കിട്ടിയത് എങ്ങനെയാണ്? 7/5 × 100. അപ്പോൾ 5ഉം 100ഉം കട്ട് ചെയ്ത് പോയി 20 വരും. 20 × 7 എത്രയാണ്? 140. അങ്ങനെയാണ് ഓരോന്നും ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത ചോദിച്ചിരിക്കുന്ന പ്രൈസും ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട് 2010 കേട്ടോ. 10ലെയും 12ലെയും. അപ്പോൾ നമുക്കിവിടെ ഏതാണ്? രണ്ടാമത്തെ മെത്തേഡിലേക്ക് വന്നു. വെയ്റ്റഡ് ആവറേജിലേക്ക് പോവുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് തന്ന കമ്മോഡിറ്റി റൈസ് ഉണ്ട്, വീറ്റ് ഉണ്ട്, ഷുഗർ ഉണ്ട്, ടീ ഉണ്ട്. 4 കമ്മോഡിറ്റി ഉണ്ട്. ഈ 4ൻ്റെയും 2010ത്തെ വിലയും തന്നിട്ടുണ്ട്, അതിൻ്റെ തൂക്കവും തന്നിട്ടുണ്ട്, അളവും തന്നിട്ടുണ്ട്. 12ൽ അതായത് 2010 റൈസിന് 5 രൂപ ഉള്ളപ്പം 15 കിലോ കിട്ടുമായിരുന്നു. 2012 ആയിരുന്നപ്പം 7 രൂപയായപ്പം 12 കിലോണ് കിട്ടുന്നുള്ളൂ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ 4 കമ്മോഡിറ്റിയുടെയും 2 വർഷത്തെയും പ്രൈസും ക്വാണ്ടിറ്റിയും ഇവിടെ തന്നിട്ടുണ്ട്. ആ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളോട് ഈ 4 മെത്തേഡും ചെയ്യാനാണ് പറഞ്ഞത്. ഈസി അല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പെയറുടെ മെത്തേഡ് നമുക്കറിയാം ഏതിന് ഇമ്പോർട്ടൻസ് ആണ്? Q0ന് ഇമ്പോർട്ടൻസ് ആണ്. പാസ്റ്റയുടെ മെത്തേഡ് Q1ന് ഇമ്പോർട്ടൻസ് ആണ്. ബൗളി എന്ന് പറയുമ്പോൾ എന്താ? L+P ആണ് അല്ലേ? രണ്ടും കൂടി കൂട്ടിയത് × 100 ആയിരുന്നു അവിടെ ചെയ്ത്. ഫിഷേഴ്സ് മെത്തേഡ് പറഞ്ഞാൽ ഇത് രണ്ടും ഇൻറ്റു ചെയ്തിട്ട് റൂട്ട് കണ്ടിട്ട് × 100 ആയിരുന്നു. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കാണുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു മെത്തേഡിലേക്ക് പോവാം. ഈ ഒരു മെത്തേഡ് കാണുമ്പോൾ നോക്കൂ, ആദ്യത്തത് P0 തന്നിട്ടുണ്ട്, Q0 ഉണ്ട്, P1 ഉണ്ട്, Q1 ഉണ്ട്. ഇത് രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 4 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. 4 കോളം എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം നമ്മൾ P0 Q0 എടുക്കുക, പിന്നെ P0 Q1 എടുക്കുക, പിന്നെ അതേപോലെ തന്നെ P1 Q0 എടുക്കുക, പിന്നെ P1 Q1 എടുക്കുക. രണ്ടിൻ്റെയും ഓരോ പ്രാവശ്യത്തെയും പ്രൈസും ക്വാണ്ടിറ്റിയും നമ്മളൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം P0 Q0 കാണുന്നു, രണ്ടാമത് P0 Q1 കാണാം നമുക്ക്. അതേപോലെ തന്നെ P1 Q0 കാണും, P1 Q1 കാണും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ഇവിടെ ആദ്യത്തെ ഒരൊറ്റ ലൈൻ ഞാൻ പറഞ്ഞുതരാം. റൈസിൻ്റെ P0 5 ആണ്, Q0 15 ആണ്, P1 7 ആണ്, Q1 12 ആണ്. ഇത്രയും ക്വസ്റ്റ്യനിലുണ്ട്. അടുത്ത കോളം P1 Q0. P1 എന്ന് പറയുന്നത് ഏതാ കോളം? ഇതാണ്. അപ്പോൾ 7 × Q0 ഏതാ? 15. 7 × 15 ചെയ്താണ് 105. ഓക്കെ. അടുത്തത് P0 Q0. P0 നോക്കുക 5, Q0 നോക്കുക 15. 5 × 15 75. P1 Q1. P1 എന്താണ്? 7 ആണ്, Q1 12 ആണ്. അപ്പോൾ 7 × 12 84. P0 Q1 എന്താ? P0 ഇതാ 5, Q1 12. 5 × 12 60. അങ്ങനെയാണ്. ഇതൊന്ന് കറക്റ്റായി മനസ്സിലായ ബാക്കിയെല്ലാം ഇൻറ്റു ചെയ്ത് എഴുതുക വേണ്ടുള്ളൂ ഓരോന്നും. അതിനുശേഷം ഈ 4 കോളത്തിൻ്റെ മാത്രം ടോട്ടൽ എടുക്കുക. നമുക്കതല്ലേ വേണ്ടത്. ലാസ്റ്റ് പെയറുടെ മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ഇക്വേഷൻ? P01 = സിഗ്മ P1 Q0 സിഗ്മ P0 Q0 × 100. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ P1 Q0 എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കോളം നോക്കിയാൽ മതി. ഇതാണ് 281 ബൈ P0 Q0 പറഞ്ഞാൽ എന്താണ്? 227 × 100. ഈ നമ്പർ നമുക്ക് എളുപ്പത്തിൽ അസൈൻ ചെയ്യാൻ പറ്റും. 123.79. പാസ്റ്റയുടെ മെത്തേഡിലേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യാസം? നമ്മൾ പറഞ്ഞു ഇവിടെ രണ്ടും Q0 ആണെങ്കിൽ ഇവിടെ രണ്ടും Q1 ആണ്. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ P1 ആണ് രണ്ടിലും ആദ്യം ഉള്ളത്, ഓർത്ത് വെക്കണേ. P1 Q1 നോക്കുക, അത് 245 ആണ്. P0 Q1 എന്നുള്ളത് 201 ആണ്. അപ്പോൾ 245/201 × 100 ആണ്. 121.89 കിട്ടും. അപ്പോൾ ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട്. ഇനി ബൗളിയുടെ മെത്തേഡിലേക്ക് വരുമ്പോൾ ഒന്നുമില്ല, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, ബൈ 2 ചെയ്യുക. അപ്പോൾ എളുപ്പമല്ലേ? ഇത് രണ്ടും കൂടി 123ഉം 121 കൂടിയിട്ട് ആഡ് ചെയ്യുക കേട്ടോ. ആഡാണ് ചെയ്യേണ്ടത്. ആഡ് ചെയ്തതിന് ശേഷം ആ കിട്ടിയ ഉത്തരത്തിന് ബൈ 2 ചെയ്താൽ 122.84 കിട്ടി. ഇനി ഫിഷേഴ്സിൻ്റെ മെത്തേഡാണ് ഐഡിയൽ മെത്തേഡ് എന്നുള്ളത് ഞാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഐഡിയൽ മെത്തേഡ് എന്താണ്? ഇത് രണ്ടും കിട്ടിയത് എന്താണോ അത് ഇൻറ്റു ചെയ്യണം. അതാണ് L × P. എന്നിട്ട് കിട്ടണതിന് എന്ത് ചെയ്യണം? നമ്മൾ റൂട്ട് കാണണം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? റൂട്ട് ഓഫ് ഇത് ഇൻറ്റു ഇത്, അത് ലാസ്റ്റ് പെയർ ഇൻറ്റു പാസ്റ്റയുടെ ഉത്തരങ്ങൾ ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ട്
അതിൻ്റെ റൂട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടാൻ ഉത്തരം 122.84. ഇപ്പം നോക്കൂ, ഏകദേശം 4 മെത്തേഡിൽ ചെയ്യുമ്പോഴും ഒരേപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. 121, 122, 123 ആ റേഞ്ചിൽ തന്നെയാണ് ഇൻഡെക്സുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഇതെന്തായാലും പഠിച്ചു വയ്ക്കുക. എസ്എക്ക് വരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അല്ലെങ്കിൽ 3 മാർക്കിന് മാത്രമായി ചോദിക്കാം ഏതെങ്കിലും ഒരു മെത്തേഡ്, അല്ലെങ്കിൽ 6 മാർക്കിന് 2 മെത്തേഡ് ചോദിക്കാം, അല്ലെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ എന്നിട്ട് എല്ലാ മെത്തേഡും കൂടി ചോദിച്ചിട്ട് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടും ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പഠിക്കാനുള്ളത് ഇതേപോലെ തന്നെയാണ്. കമ്മോഡിറ്റി ഉണ്ട്, ഇവിടെ വെയിറ്റ് ഉണ്ട്, 2 P1ഉം P0 ആണ് തന്നിരിക്കുന്നത്, വെയിറ്റും തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് പ്രൈസ് ഇൻഡെക്സ് നമ്പറാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്താ ഇക്വേഷൻ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, കാരണം IB ഡിവൈഡഡ് ബൈ സിഗ്മ വി, സിഗ്മ IB അല്ലേ, വെയിറ്റേജ് അവിടെ വെയിറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ വെയിറ്റിൻ്റെ ടോട്ടലും കണ്ടുപിടിക്കണം, ഒപ്പം തന്നെ I ഇൻറ്റു വി ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് I കാണാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ, P1/P0 × 100. അപ്പോൾ തന്ന ക്വസ്റ്റ്യൻ അതേപോലെ എഴുതി, വി എന്ന് പറഞ്ഞ് വെയിറ്റിന് വി കാണിച്ചു, P0 എഴുതി, P1കളെല്ലാം എഴുതി. അടുത്ത കോളം I കാണാനുള്ളത്. I കാണാനുള്ള ഇക്വേഷൻ എന്താ, P1/P0 × 100. അപ്പോൾ ഈ ആദ്യത്തെ കേസിൽ 20/16 × 100 ചെയ്യുമ്പോൾ 125 കിട്ടും. ഇനി അടുത്ത കോളം എന്താ, I ഇൻറ്റു വി ആണ് കേട്ടോ. I എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടുപിടിച്ച 125 ഇൻറ്റു വി 40 ആണ്. അപ്പോൾ 125 × 40 ചെയ്യുമ്പോഴാണ് 5000 വരുന്നത്. അങ്ങനെ ഓരോന്നിൻ്റെയും നമ്മൾ കണ്ടുപിടിക്കുന്നു. ഞാൻ ഒന്നിൻ്റെ മാത്രമേ പറയുന്നുള്ളൂ, അത് അതേപോലെ നോക്കി ചെയ്താൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും നമ്മൾ I കാണാൻ എന്ത് ചെയ്താൽ മതി, P1 60/40 × 100 ചെയ്യുക, അപ്പോൾ 150 കിട്ടും. 150നെ 25 കൊണ്ട് ഗുണിച്ചതാണ് ഇത്. അങ്ങനെ ഓരോന്നും ചെയ്ത് ഈ കോളം കൊണ്ട് ടോട്ടൽ ചെയ്യുക, ഈ കോളം ടോട്ടൽ ചെയ്യുക, വെയിറ്റിൻ്റെ കോളവും ടോട്ടൽ ചെയ്യുക, അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഇൻഡെക്സ് നമ്പർ കാണാനുള്ളത്, സിഗ്മ IB/സിഗ്മ വി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്, ചെയിൻ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ചെയിൻ ഇൻഡെക്സ് നമ്പർ എന്താണെന്നുള്ളത്, അതൊരു ടൈപ്പ് ഓഫ് ഇൻഡെക്സ് നമ്പർ തന്നെയാണ്. ഇവിടെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ചേഞ്ചസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി, പ്രൈസും ക്വാണ്ടിറ്റിയും വാല്യൂസിലും ഒക്കെ വരുന്ന ആ ഒരു ചേഞ്ചസ് അറിയാൻ വേണ്ടിയിട്ടാണ്. കമ്പാരിസൺ മെത്തേഡ് കൂടിയാണ് കേട്ടോ. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പീരീഡ്സ് തരികയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയിൻ ഇൻഡെക്സ് നമ്പേഴ്സ്. ചെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഒന്നൊന്നിനോട് കണക്റ്റഡ് ആണ്. തുടർച്ചയായി വരുന്ന വർഷങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ, സീസണിൽ വരുന്ന പീരിയോഡിക് ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. കുറച്ചും കൂടി റെസ്പോൺസീവ് ആണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ആക്യുറേറ്റ് പിക്ചർ നമുക്ക് കിട്ടും ട്രെൻഡിൻ്റെ. കാരണം ചെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ, ഓരോന്ന് കണക്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. ഇനി അപ്പോൾ ചെയിൻ ഇൻഡെക്സ് നമ്പറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി ഒന്ന് പറയാം. ഇവിടെ റിലേറ്റീവ് കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. ഓരോ പീരീഡും കമ്പയർ ചെയ്യുന്നത് തൊട്ട് മുന്നത്തെ വർഷത്തെ പീരീഡുമായിട്ട് കമ്പയർ ചെയ്യും. നമ്മൾ ആദ്യമൊക്കെ ചെയ്തിട്ട് എന്തായിരുന്നു, ഒരു ബേസ് ഇയർ തന്നു കഴിഞ്ഞാൽ ആ ബേസ് ഇയർ വെച്ചിട്ട്, ഇപ്പോൾ 2010 ബേസ് ഇയർ ആണെങ്കിൽ 2010, 10, 11, 2010, 12, 2010-ത്തെ വിലയും 13-ത്തെ വിലയും, 10-ത്തെ വിലയും 14-ത്തെ വിലയും, അങ്ങനെ 10നെ ബേസ് ചെയ്ത് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, തൊട്ട് മുന്നത്തെ വർഷങ്ങൾ, അതായത് 2010ഉം 11ഉം കമ്പയർ ചെയ്യാം, പിന്നെ 2011ഉം 12ഉം കമ്പയർ ചെയ്യാം. അങ്ങനെ തൊട്ട് മുന്നത്തെ വർഷങ്ങളായിട്ട് കമ്പയർ ചെയ്തിട്ട് പോവാം. ഫ്ലെക്സിബിൾ ആണ് കുറച്ചും കൂടിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഓരോ വർഷവും മാത്രം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തൊട്ട് മുന്നത്തെ വർഷമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പം അതിൽ വരുന്ന മാറ്റങ്ങളും അതിൻ്റെ വെയിറ്റും ക്വാണ്ടിറ്റിയും ഒക്കെ നമുക്ക് കൺസംഷൻ മാറ്റണമൊക്കെ മനസ്സിലാവും. ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ആണ് വരുന്നത്. ക്യുമുലേറ്റീവ് പറഞ്ഞാൽ തൊട്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഷോർട്ട് ടേം ഇൻഡെക്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ്. വളരെ സെൻസിറ്റിവിറ്റി ആണ്, കാരണം ഷോർട്ട് ടേം ചേഞ്ചസ് പെട്ടെന്ന് തന്നെ അത് നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു ചെയിൻ ഇൻഡെക്സ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ചെയിൻ ഇൻഡെക്സ് പഠിച്ചോളാം, ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക, അഡ്വാൻറ്റേജ് പഠിക്കുക, ഡിസഡ്വാൻറ്റേജ് പഠിക്കുക, ഇത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നു പഠിക്കുക. അപ്പോൾ ഒരൊറ്റ എസ്സേ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തിയറി ആയിട്ട് ചോദിക്കാനും സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ചെയിൻ ഇൻഡെക്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നു, എന്താണ് ഇതിൻ്റെ ഈസിനെസ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് പെട്ടെന്ന് ഈ ഓരോ വർഷമൊക്കെ ചിലപ്പോൾ നല്ല ചേഞ്ചസ് ഒക്കെ വരുമ്പം ആ ചേഞ്ചിനെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, അതിനോട് യോജിച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ വളരെ ആക്യുറേറ്റ് ആണ്, കാരണം ഓരോ വർഷത്തെയും ആ ചെറിയ ചേഞ്ച് പോലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണല്ലോ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. കാരണം തൊട്ട് മുന്നത്തെ വർഷമായിട്ട് മാത്രമേ ഇത് കമ്പയർ ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് ആദ്യത്തെ വർഷം വെച്ചിട്ട് തുടർന്ന് വരുന്ന ഓരോ വർഷവും കമ്പയർ ചെയ്യല്ല ചെയ്യുന്നത്. പിന്നെ കറൻറ്റ് ഡാറ്റ യൂസേജ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ബേസ് ഇയറിൻ്റെ ഒബ്സർവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം ശരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കൂ, 2010 മുതൽ 2020 വരെ 10 വർഷത്തെ വില നിങ്ങൾക്ക് തരികയാണ്.
ആ 2010 നമ്മൾ 100 എടുക്കുക ബേസ് പീരീഡ് എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ ആ 100ൽ നിന്ന് എത്ര കൂടിയെന്നാണ് 2010 11 വന്ന മാറ്റം എന്താ, 12 വന്ന മാറ്റം എന്താ, അതെല്ലാം 10നെ ബേസ് ചെയ്തിട്ട് പറയുകയാണ്. പക്ഷെ നമ്മുടെ ചെയിൻ ഇൻഡെക്സ് എടുക്കുമ്പോൾ എങ്ങനെയാ, 2010ഉം 11ഉം കമ്പയർ ചെയ്യും. പിന്നെ കമ്പയർ ചെയ്യുന്നത് ഏതാ, 11ഉം 12ഉം ആണ്. പിന്നെ 12ഉം 13ഉം ആണ്. അങ്ങനെയാണ് കമ്പയർ ചെയ്ത്. അപ്പോൾ 10ന്ന് ഇപ്പം 2020 ആകുമ്പോഴേക്കും എന്താ 10 വർഷത്തെ ഡിഫറൻസാണ് വരുന്നത് അല്ലേ. അപ്പോൾ അത്രത്തോളം ഒരു മാറ്റമൊന്നും നമുക്ക് ഇതിൽ ആവശ്യമില്ല. ഇത് അടുത്തടുത്ത വർഷങ്ങളിലെ ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് കോമ്പൗണ്ടഡ് എറേഴ്സ് ആണ്. നേരത്തെ റിലേറ്റീവ് ആയിട്ടാണ് വെച്ചാൽ അവിടെ നമുക്ക് എന്താ മൾട്ടിപ്ലൈ ത്രൂ ഈച്ച് സബ്സീക്വൻറ്റ് പീരീഡ് ആയിട്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടിയിട്ട് ടഫാണ് മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ എളുപ്പത്തിലൊന്നും നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് വർഷങ്ങൾ വരെ നമുക്കൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെന്താ തൊട്ട് മുന്നത്തെ വർഷമായിട്ടല്ലേ കമ്പയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറുള്ള കുറേ കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഷോർട്ട് പീരീഡിലുള്ള ആ വൊളാറ്റിലിറ്റി അതിങ്ങനെ ചേഞ്ചസ് ഒക്കെ കാണിക്കും. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഷോർട്ട് ടേം ഫ്ലക്ച്വേഷനും അങ്ങനെയൊക്കെ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് പീരീഡിലെ ചേഞ്ചസ് മാത്രമാണ് നമുക്ക് മെയിനായിട്ട് അറിയാൻ സാധിക്കുക. പിന്നെ ഇത് എവിടെയൊക്കെയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. എക്കണോമിക് അനാലിസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നോക്കാനും ആളുകളുടെ പർച്ചേസിങ് പവർ കമ്പ്യൂട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ചേഞ്ചിങ് കൺസംഷൻ പാറ്റേൺസ് ഒക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക, എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുക, അതൊക്കെയാണ് ഇൻഡെക്സ് ഈ ഒരു ചെയിൻ ഇൻഡെക്സിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നാഷണൽ അക്കൗണ്ട്സ് നമുക്ക് കണക്കാക്കാൻ GDPയിൽ വന്ന ചേഞ്ചസ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ വരുന്ന ചേഞ്ചസ് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടും അതേപോലെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ കണ്ടീഷൻ എന്താണെന്നൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് ഈ ഒരു ചെയിൻ ഇൻഡെക്സ് നമ്പേഴ്സാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിലൊക്കെ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓരോ കമ്പനികളുടെയും സ്റ്റോക്കുകൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓരോ വർഷങ്ങളുടെ പെർഫോമൻസ്, ഏതൊക്കെ സെക്ടറുകളിലെ കമ്പനീസിൻ്റെ ഷെയറിലെല്ലാം വരുന്ന മാറ്റങ്ങൾ, അവരൊക്കെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ്, എസ്പെഷ്യലി വെൻ ദർ ഈസ് എ ഹൈ ടേൺ ഓവർ ഓർ പീരിയോഡിക് റീബാലൻസിങ്. പ്രത്യേകിച്ച് ചിലപ്പം ചിലതിൻ്റെയൊക്കെ നല്ല രീതിയിൽ ടേൺ ഓവർ വരുന്ന കമ്പനീസും പീരിയോഡിക്കലായിട്ട് വരുന്ന റീബാലൻസിങ് ഒക്കെ വരുമ്പോൾ ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ പ്രൈസസിലൊക്കെ അതിൻ്റെ ആ പ്രൈസ് ഇൻഡെക്സും ബെനിഫിറ്റ് ഫ്രം ചെയിൻ ഇൻഡെക്സ് ഡ്യൂ ടു ദ ഫ്ലെക്സിബിലിറ്റി നീഡഡ് ഫോർ ഐറ്റംസ് വിത്ത് ചേഞ്ചിങ് ക്വാണ്ടിറ്റി. നമുക്ക് ഓരോ വർഷത്തെയും അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര ചേഞ്ച് ചെയ്തു, അതിൻ്റെ പ്രൈസ് എത്ര ചേഞ്ച് ചെയ്തു, മാർക്കറ്റിൽ അത് എത്ര അവൈലബിൾ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാനൊക്കെ വേണ്ടിയിട്ട് മൊത്ത കച്ചവടക്കാർ അല്ലെങ്കിൽ ചില്ലറ വിൽപ്പനക്കാർ അവരൊക്കെ ഒന്നിച്ചെടുക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ കുറച്ച് അവരിൽ നിന്ന് വാങ്ങുന്ന റീറ്റെയിലേഴ്സിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റിയും പ്രൈസും അവൈലബിലിറ്റിയും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചെയിൻ ഇൻഡെക്സ് നമ്പറിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആകെ ശരിക്കും ഇൻഡെക്സ് നമ്പറിൽ പ്രോബ്ലം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പഠിപ്പിച്ചു ഇവിടെ, സിമ്പിൾ മെത്തേഡിലുള്ളത് പഠിപ്പിച്ചു, സിമ്പിൾ ആവറേജ് പ്രൈസ് റിലേറ്റീവ് പഠിപ്പിച്ചു, അതേപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഈ ഒരു മെത്തേഡ് പഠിച്ചു, ഇതാണ് പഠിച്ചത്. പിന്നെ ലാസ്റ്റ് പെയർ, ബൗളീസ്, ഫിഷേഴ്സ്, കെല്ലീസ് മെത്തേഡ് ഇവിടെ ഇല്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ എന്നിട്ട് ഈ 4 കൂടി ചെയ്തു. അപ്പോൾ ഇങ്ങനെ 1, 2, 3 ഇത് ഒറ്റൊന്നായിട്ട് കണക്കാക്കാം. അപ്പോൾ 4 ക്വസ്റ്റ്യൻസാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് നിങ്ങൾക്ക് ആകെ ക്വസ്റ്റ്യനായിട്ട് ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ 3 മാർക്കിനോ 2 മാർക്ക് 6 മാർക്കിനോ എസ്സേറ്റൊക്കെ ചോദിക്കുക കേട്ടോ. പിന്നെ ചെയിൻ ഇൻഡെക്സ് നമ്പർ എന്താണെന്ന് 3 മാർക്സിനും അഡ്വാൻറ്റേജോ ലിമിറ്റേഷനോ ഒക്കെ ആയിട്ട് 3 മാർക്സിനോ അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാം കൂടിയിട്ട് ഒരു എസ്സേറ്റൊക്കെ ചോദിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. ഇൻഡെക്സ് നമ്പേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വീഡിയോസ് കാണുമ്പോഴും നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ആ ഒരു ലൈക്ക് ചെയ്യാനുള്ളൊരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും ചാനൽ കാണുന്ന ആളുകളിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്